എന്നോട് ക്ഷമിക്കാമായിരുന്നില്ലേ റീതു നിനക്ക്? അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ടോം അവളോട് ചോദിച്ചു. എല്ലാം നഷ്ടമായത് എനിക്കല്ലേ? നമ്മുടെ മക്കളെയും കൊണ്ട് നീ വീട് വിട്ടിറങ്ങിയപ്പോൾ എൻ്റെ നേരെ കൈകൾ നീട്ടിക്കരയുന്ന എൻ്റെ മോളുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ ഹൃദയം നീറിപ്പുകയുകയാണ്. അയാളുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരുന്നു. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ റീതു? ഉണ്ട്. ഒത്തിരിയേറെ പതിഞ്ഞ സ്വരത്തിലാണ് അവളും മറുപടി പറഞ്ഞത്. എൻ്റെ മക്കളെ ഒന്ന് കൊതിതീരെ ഞാൻ കണ്ടു തീർന്നിരുന്നില്ലല്ലോ. നമ്മുടെ മക്കൾക്ക് ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ലേ? ഏറ്റവും നല്ലൊരച്ഛൻ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. മനഃപൂർവ്വമല്ലാത്ത ഒരു തെറ്റ് എനിക്ക് സംഭവിച്ചു പോയി. അത് ഞാൻ ഏറ്റു പറഞ്ഞല്ലോ. വീണ്ടും ഒരിക്കലും ആവർത്തിക്കരുതെന്ന് വിചാരിച്ചാണ് നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ടിയിരുന്നില്ലെന്ന്. നീ കരുതും പോലെ ഒരു കൊള്ളരുതാത്തവനായിരുന്നു ഞാനെങ്കിൽ ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങൾ ഇതിനു മുമ്പും എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്നും ഞാൻ മുതലെടുത്തിട്ടില്ല. സമ്മതത്തോടു കൂടി വന്നവരുണ്ട്. പക്ഷെ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ഇഷ്ടം തോന്നാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരുന്നു. ഒന്നും പറയാനാവാതെ അവൾ തല കുനിച്ചു നിന്നു. അന്ന് നീ പറഞ്ഞില്ലേ, ജീവിതത്തിൽ എന്ത് സാഹചര്യം ഉണ്ടായാലും എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ഉണ്ടാകില്ലെന്ന്. ഇപ്പോഴോ നീ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചില്ലേ? അത് പറയാനല്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അവളൊന്നും പറഞ്ഞില്ല. പുലർച്ചെ പെയ്ത മഴയിൽ അവിടെയുള്ള കാറ്റാടി മരത്തിൻ്റെ ഇലകളിൽ തങ്ങിയ നീർമണികൾ പെയ്യാൻ വിതുമ്പി നിൽക്കുന്നത് നോക്കി അവൾ നിന്നു. ഒരു സാഹചര്യത്തിൽ ഞാനും അറിയാതെ വീണുപോയി. പലവട്ടം ഒഴിഞ്ഞു മാറിയതാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. പിന്നെ അവനൊന്നും മിണ്ടിയില്ല. താൻ വീണു പോകുമോ എന്ന് തോന്നിയപ്പോൾ വെട്ടിയൊതുക്കിയ ആ പുൽത്തകടിക്കരികെയുള്ള നനവ് ഒട്ടിച്ചേർന്ന മരത്തിൻ്റെ ബെഞ്ചിൽ ചാരി അവളിരുന്നു. പുൽത്തകടിയെ ഒരിളം കാറ്റ് തഴുകുന്നത് നോക്കിയിരിക്കെ ഓർമ്മകളും അവളെ തഴുകി തുടങ്ങി. തൻ്റെ കഠിനാധ്വാനവും കഴിവും കൊണ്ടാണ് നന്നേ ചെറുപ്പത്തിലെ തന്നെ ടോമിന് വളരെ പ്രശസ്തമായ ആ കമ്പനിയുടെ CEO ആകാൻ സാധിച്ചത്. എത്ര തിരക്കിലും തനിക്കും മക്കൾക്കും വേണ്ടി ടോം സമയം കണ്ടെത്തിയിരുന്നു. ഓഫീസിലെ വിശേഷങ്ങളൊക്കെ ടോം തന്നോട് പറയുന്നുണ്ടായിരുന്നു. ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത താരയെക്കുറിച്ച് ടോമിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു. ജോലിയോട് ഇത്രയധികം ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റാഫ് ഇതിനു മുൻപ് തൻ്റെ ടീമിൽ ഉണ്ടായിട്ടില്ലെന്ന് വളരെ മതിപ്പോടെയാണ് ടോം പറയാറുള്ളത്. ഓഫീസ് അംഗങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ വെച്ചാണ് താരയെ താൻ ആദ്യമായി കാണുന്നത്. അന്ന് തങ്ങളുടെ മേശയിലാണ് അവൾ ഭക്ഷണത്തിനിരുന്നത്. വളരെ ചുറുചുറുക്കായിട്ടുള്ള സംസാരം, നല്ല പ്രസരിപ്പ്, ഭംഗിയുള്ള മേക്കപ്പ് കൊണ്ട് മുഖം സുന്ദരമാക്കിയിരിക്കുന്നു. ആകർഷകമായ ശരീരവടിവിൻ്റെ രഹസ്യം നിശ്ചയദാർഢ്യമുള്ള ഒരു മനസ്സുണ്ടെന്ന് അവളുടെ മുന്നിലെ പ്ലേറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലായി. 3-4 കഷ്ണം ഫ്രൂട്ട്സ്, ഗ്രീൻ സാലഡുകൾ, ഒരു പീസ് ചിക്കൻ. അവരുടെ ശരീരവടിവ് കൊതിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കാണുമ്പോൾ താൻ എല്ലാം മറന്നിരിക്കുന്നു. താരയോട് തനിക്കും ഒരാരാധനയൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അവളുടെ ബോസിൻ്റെ ഭാര്യ എന്ന നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സുഹൃത്ത് ബന്ധം അവളുമായി സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു. അവളുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ താനും കോപ്പി ചെയ്തു തുടങ്ങി. താരയോടൊപ്പം ബ്യൂട്ടി പാർലറിലും ഷോപ്പിങ്ങിനും പോകുന്നതുമൊക്കെ പതിവായി. ഓഫീസ് സംബന്ധമായ പല യാത്രകളിലും ടോമിനോടൊപ്പമുള്ള ടീമിൽ അവളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അവൾ പറഞ്ഞിരുന്നു, ചേച്ചി ഒരു ഭാഗ്യവതിയാണ്. ഇത്രയും തിരക്കിനിടയിലും സാർ ഭാര്യയെയും മകളെയും ഓർക്കാറുണ്ട്. ഈ തിരക്കിനിടയിലും നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ മേടിക്കാൻ സാർ സമയം എങ്ങനെ കണ്ടെത്തുന്നു എന്ന് അറിയില്ല. ഒരിക്കൽ താരയോടൊപ്പം ഒരു സിനിമയ്ക്ക് പോയിരുന്നു. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ അവൾ വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. ഇതെൻ്റെ കഥയാണ് ചേച്ചി. അസന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അവൾ തന്നോട് പറഞ്ഞു. അവളോട് തോന്നിയ സഹതാപം വീട്ടിൽ ഒരനുജത്തിയുടെ എല്ലാ സ്വാതന്ത്ര്യവും അവൾക്ക് നൽകി. ആ സ്വാതന്ത്ര്യം ഓഫീസിലും അവൾ ടോമിനോട് കാണിച്ചു തുടങ്ങിയപ്പോൾ ടോം പറഞ്ഞിരുന്നു, റീതു, താരയോടുള്ള നിന്റെ അടുപ്പം കുറച്ച് കൂടുന്നുണ്ട്. വെറുതെ എടുത്ത് തലയിൽ വെക്കണ്ട. ഓരോരുത്തരുടെയും മനസ്സെന്താണെന്ന് അറിയില്ലല്ലോ. ഒരിക്കൽ ടോം പറഞ്ഞത് അവൾ ഓർത്തു. നിനക്കിപ്പോൾ എൻ്റെയും മോളുടെയും കാര്യം പോലും നോക്കാൻ നേരമില്ലല്ലോ. പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ്. ചില അവധി ദിവസങ്ങളിൽ മോള് ടോമിനെ ഏൽപ്പിച്ചിട്ട് അവളുടെ കൂടെ കറങ്ങാൻ പോകാറുണ്ട്. മുൻപൊക്കെ ടോമും മോളുമില്ലാതെ എങ്ങും പോകാൻ തോന്നിയിട്ടില്ല. താര അത് കണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, ചേച്ചി നമുക്കും വേണം കൂട്ടൊക്കെ കൂടി അടിച്ചു പൊളിക്കാൻ കുറച്ച് സമയം. കൂട്ടൊക്കെ കൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് മതി കല്യാണം.
കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവുമായിരിക്കണം നല്ല സുഹൃത്തുക്കൾ. താൻ പറയുന്നത് കേട്ട് അവളുടെ മുഖം ചെറുതായൊന്ന് വാടി. അങ്ങനെ പറയേണ്ടായിരുന്നുവെന്ന് തോന്നി. ചേച്ചിക്ക് അങ്ങനെ നല്ലൊരു ഭർത്താവിനെ കിട്ടി. എനിക്ക് സാരമില്ല കുട്ടി, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സത്യം പറയാലോ ചേച്ചി, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ കൊതി തോന്നുകയാണ്. ടോം സാർ എൻ്റെ മനസ്സിൽ വലിയ ഒരാളാണ്. പറയാതെ അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അന്ന് താൻ ടോമിനോടത് പറഞ്ഞ് കളിയാക്കി. ടോം ശരിക്കും തന്നോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്. ഞാനിതിനു മുമ്പും പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിൽ നൽകേണ്ടെന്ന്. അവളൊരു പാവമാണ് ടോം. മനസ്സിലുള്ളത് ഒരു മറയും ഒളിവുമില്ലാതെ പറയും. മനസ്സിലൊന്നുമില്ല. ഏതൊരാളെയും ആകർഷിക്കാൻ തക്ക കഴിവും വിദ്യാഭ്യാസവുമുള്ള പെണ്ണാണവൾ. സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മളെ റൂൾ ചെയ്യുന്നത്. റീതു തന്നോട് പലപ്പോഴും ഓഫീസിൽ താര കാണിക്കാറുള്ള അതിര് കടന്ന അടുപ്പം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. എനിക്കെൻ്റെ ടോമിനെ വിശ്വാസമാണ്. പുറകിൽ നിന്നും ടോമിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് അവൾ ഓർത്തു. പിന്നീട് അങ്ങനെ ഒരു സംസാരം അവർക്കിടയിൽ വന്നിട്ടില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നതുകൊണ്ട് 2 ആഴ്ച മോളെയും കൂട്ടി വീട്ടിൽ പോയി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. താനത് താരയോടും പറഞ്ഞിരുന്നു. തിരിച്ചെത്തിയ ശേഷം ടോം ഓഫീസിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് മനസ്സിലായി. ആകെ ഒരു അസ്വസ്ഥത പോലെ. ഒരു രാത്രി തന്നെ ചേർത്ത് പിടിച്ച് ടോം പറഞ്ഞു, ഞാൻ ഈ ജോലി രാജിവെക്കാൻ പോവുകയാണ്. നമുക്ക് കുറച്ച് നാൾ നാട്ടിലെ നമ്മുടെ വീട്ടിൽ പോയി നിന്നാലോ? ടോം, എന്താ ഈ പറയുന്നത്? എത്ര ആഗ്രഹിച്ചു കിട്ടിയ ഒരു ജോലിയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു കമ്പനിയുടെ തലപ്പത്തെത്തുക എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇത്രയും വലിയൊരു നേട്ടം അങ്ങനെ പെട്ടെന്ന് വലിച്ചെറിയാൻ പറ്റുമോ? എല്ലാ നേട്ടങ്ങളെക്കാളും എനിക്ക് വലുത് നീയാണ്, എൻ്റെ മോളാണ്. ടോമിൻ്റെ മുഖത്തേക്ക് താൻ നോക്കി. കണ്ണുകളിൽ നനവ് പോലെ. എന്താ ടോം? നീ എന്നോട് ക്ഷമിക്കണം റീതു. എനിക്കൊരു തെറ്റുപറ്റി. നീ ഇല്ലാതിരുന്ന 1-2 ദിവസങ്ങളിൽ വൈകിട്ട് താര വന്നിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു പോകാറാണ് പതിവ്. ഒരു ദിവസം പോകാൻ നേരം എന്തോ വയ്യായിക പറഞ്ഞു. മനഃപൂർവ്വം അവളൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്ത പോലെ. ഞാനും അത് ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. അവളുടെ സമ്മതത്തോടെ അന്ന് ആ രാത്രി എൻ്റെ മനസ്സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു. നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നോടൊന്നും മറയ്ക്കാനാവില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ടോമിൻ്റെ ചേർത്ത് പിടിച്ച കൈക്കുള്ളിൽ അന്ന് ആദ്യമായി ശ്വാസം കിട്ടാതെ ഉള്ളു പിടഞ്ഞു. അന്ന് ഒരുപാട് നീളമുള്ളൊരു രാത്രിയായി തോന്നുകയും ചെയ്തു. പിറ്റേന്ന് ടോം കഴിയുന്നതും തടയാൻ ശ്രമിച്ചിട്ടും താൻ മോളെയും കൂട്ടി വീട് വിട്ടിറങ്ങി. അച്ഛനോടും അമ്മയോടും ഒന്നും തുറന്നു പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിൽ എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കമെന്നേ അവർ കരുതിയുള്ളൂ. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നിട്ടും ഒരൊറ്റപ്പെടൽ തോന്നി തുടങ്ങി. ടോം ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ആശിച്ചു. പടിവാതിക്കലേക്ക് മിഴിനീട്ടി കാത്തു നിന്നിരുന്നു. വന്ന് വിളിച്ചാൽ കൂടെ പോകാൻ മനസ്സ് കൊതിച്ചു. പക്ഷെ ടോം വന്നു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഭാവം മാറും. ഇനി അങ്ങനെ ഒരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് എത്ര ആണയിട്ട് പറഞ്ഞാലും കേട്ട ഭാവം നടിക്കില്ല. ഓരോന്ന് പറഞ്ഞു കുത്തി നോവിക്കും. ആളൊരു പരാജിതനെ പോലെ തല കുനിച്ചിറങ്ങിപ്പോകുമ്പോൾ ജയിച്ചൊരു സന്തോഷവും ഉള്ളിൽ തട്ടിയിടുന്നു. പിന്നീട് പഴയ പോലെ കാത്തിരിപ്പ് തുടരും. പലവട്ടം വിളിക്കണമെന്ന് കരുതിയിട്ടുണ്ട്. എന്തോ താൻ ചെറുതാകും പോലെ ഒരു തോന്നൽ. ഇതിനിടയിൽ 5-6 വട്ടം ടോം വീട്ടിൽ വന്നിരുന്നു. ടോമിനെ കാണുമ്പോഴുള്ള മോളുടെ സന്തോഷം കാണുമ്പോൾ മനസ്സ് ചെറുതായി അയഞ്ഞു തുടങ്ങിയിരുന്നു. എങ്കിലും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ലിജുവിനോടായിരുന്നു. സമപ്രായക്കാരായതുകൊണ്ട് ഒരു സഹോദരി ബന്ധത്തിലുപരി നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ലിജുവാണ് തടസ്സം പറഞ്ഞത്. നീ എന്തിനു ക്ഷമിക്കണം? നീ അവൻ്റെ കൂടെ പോകണ്ട. സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവില്ലേ? നിനക്കറിയാലോ, ഞാനും സജിതയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. കഷ്ടിച്ച് 1.5 മാസം. അവൾ വീണ്ടും ജോലിക്കായി വിദേശത്തേക്ക് പോയെന്ന് കരുതി ഞാനൊരു പെണ്ണിൻ്റെയും പുറകെ പോയിട്ടില്ല. മനസ്സ് പിന്നെയും തിരിഞ്ഞു മറിഞ്ഞു. ലിജു പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. പിന്നീടൊരിക്കൽ ടോം വന്നിരുന്നു. കൂടെ വരണമെന്ന് ഒരുപാട് നിർബന്ധിച്ചു. അന്ന് ആളുടെ കോലം തന്നെ മാറിയിരുന്നു. ജോലിക്കൊന്നും പോകാറില്ലെന്ന് കേട്ടു. അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയിരുന്നു. ഒരിക്കൽ അമ്മ എങ്ങും തൊടാതെ പറഞ്ഞു, എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ ഉണ്ടായെന്ന് വരാം. ചിലർ മാത്രം പിടിക്കപ്പെടുമെന്ന് മാത്രം. അറിയാതെ ഒരു തെറ്റൊക്കെ ആർക്കും പറ്റാം. പക്ഷേ തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കുന്നവരെ വീണ്ടും തെറ്റിലേക്ക് തള്ളിവിടരുത്. അമ്മയുടെ ഉപദേശം ഒരു പഴഞ്ചനായി തോന്നി. അപ്പോഴേക്കും പതിയെ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങിയിരുന്നു. ലിജു പറഞ്ഞു, ഏട്ടൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഏട്ടൻ ജോലിസ്ഥലത്ത് നിന്ന് വിളിച്ചു.
റീതു, നമുക്കിനി ഈ ബന്ധം വേണ്ട. എത്രയും പെട്ടെന്ന് ഈ ബന്ധത്തിൽ നിന്നും നമുക്കൊഴിയണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തുടങ്ങണം. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ലീവ് തീർന്ന് ഇവിടെ വന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വന്നേനെ. ഓഫീസിലുള്ള ഒറ്റ കൂട്ടുകാരി സരിതയും അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അങ്ങനെ ക്ഷമിച്ചു കൊടുത്താൽ ശരിയാവില്ല. നമ്മളാണിങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഭർത്താക്കന്മാർ ക്ഷമിക്കുമോ? അമ്മ ഒഴിച്ച് എല്ലാവരും ഞങ്ങൾക്കിടയിലെ അകലം കൂട്ടുന്ന കണ്ണികളായി തീർന്നിരുന്നു. തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായത്തിനൊപ്പം താനും ചേർന്നു. ടോമിനെ വിവരമറിയിച്ചു. അവസാനമായി ടോം ഒരിക്കൽ കൂടി വന്നു. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തന്നെയും മോളെയും കാണാൻ ഇനി വരരുതെന്നും ഒരുമിച്ചൊരു ജീവിതം ബുദ്ധിമുട്ടാണെന്നും അറിയിച്ചു. മകളെ ചേർത്ത് നിർത്തി തലയിലും കവിളിലും തടവി ടോം പറഞ്ഞു, വലിയ കുട്ടിയാകുമ്പോൾ മോള് പപ്പയെ കാണാൻ വരണം. പപ്പ നോക്കിയിരിക്കും. അമ്മ പറയുന്നതൊക്കെ കേട്ട് മിടുക്കിയായിരിക്കണം. അത് കേട്ട് മോള് ചോദിച്ചു, പപ്പ എവിടെ പോവുകയാണ്? ഇനി പപ്പ മോളെ കാണാൻ വരില്ലേ? ടോം മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ച് പടിയിറങ്ങുമ്പോൾ ടോമിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മ സാരി തലപ്പ് കൊണ്ട് കണ്ണീറൊപ്പി. തൻ്റെ മനസ്സന്ന് കല്ലായിരുന്നു. പിന്നീട് ഒരിക്കലും ടോം വന്നില്ല. പിറ്റേന്ന് പുലർച്ചെ ലിജുവാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്. മദ്യപിച്ച് ലെക്കുകെട്ട് അയാൾ വണ്ടി ഏതോ മരത്തിൽ കൊണ്ടിടിച്ച് സ്പോട്ടിൽ തന്നെ തീർന്നു. ഹോ, ഏതായാലും കേസും കോടതിയൊന്നും വേണ്ടി വന്നില്ല. എത്ര ലാഘവത്തോടെയാണ് ലിജു അന്ന് പറഞ്ഞത്. ദേഹത്താരോ തീ കോരിയിട്ടതുപോലെയാണ് തോന്നിയത്. പിന്നീട് ഒരുതരം മരവിപ്പ് ചിന്തകളെ ബാധിച്ചു. ഡിപ്രഷൻ്റെ നാളുകൾ. ഏട്ടൻ മിക്കവാറും എല്ലാ ദിവസവും വിളിച്ച് ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. ഏട്ടത്തി ഇടപെടാൻ തുടങ്ങിയപ്പോൾ വിളികളുടെ എണ്ണവും കുറഞ്ഞു. ലിജുവിൻ്റെ കാര്യം മറിച്ചായിരുന്നില്ല. ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനും മോളുടെ സ്കൂളിൽ പോക്കുമൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. ആളുകളുടെ അർത്ഥം വെച്ചുള്ള സംസാരവും നോട്ടവും തുടങ്ങിയപ്പോൾ ലിജുവിൻ്റെയും വരവ് നിന്നു. സരിതയ്ക്ക് നല്ല വിഷമമുണ്ട്. ഒന്ന് ക്ഷമിക്കാമായിരുന്നു അല്ലേ? കുറ്റബോധത്തിൽ നിന്നും ഇടയ്ക്കൊക്കെ ഒരാശ്വാസത്തിനായി പുറത്തേക്ക് ചാടുന്ന മറുപടി അർഹിക്കാത്ത ഒരു ചോദ്യം അവളിൽ നിന്നും പലപ്പോഴും ഉയരാറുണ്ടായിരുന്നു. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ മറ്റുള്ളവർക്ക് നൽകിയത് എന്തിനാണ്? അഭിപ്രായം പറയാൻ എപ്പോഴും മറ്റുള്ളവർ കൂടെ ഉണ്ടാവും. അനുഭവിക്കേണ്ടത് ഒറ്റയ്ക്കാവൂ എന്ന് ഓർക്കേണ്ടതായിരുന്നു. പിന്നീട് ഒരിക്കൽ മോളുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ട്രാഫിക് സിഗ്നലിൽ വെച്ച് ലിജുവിനെ കണ്ടു. ബൈക്കിൽ ഒരു സ്ത്രീയുമായി. ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു സംശയം. എന്തായാലും അവനാണോ എന്നുറപ്പിക്കാൻ നമ്പർ പ്ലേറ്റ് നോക്കി. ലിജു തന്നെ. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും മനസ്സിൽ സംശയങ്ങൾ തന്നെയായിരുന്നു. ലിജുവിനെ ചുറ്റിപ്പിടിച്ചുള്ള അവരുടെ ഇരിപ്പ് ഒരുപാട് സംശയങ്ങളിലേക്ക് നീണ്ടു. കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കുമോ? ഇനി പരിചയക്കാരോ ഫ്രണ്ട്സോ ആയിരിക്കുമോ? എന്തായാലും വെറുതെ ഒരു സംശയം മനസ്സിൽ കൊണ്ട് നടക്കണ്ട. അന്ന് തന്നെ അവനെ വിളിച്ചു. അവൻ ഒന്നും നിഷേധിച്ചില്ല. എടി, നീ ഇത് ജിജിയോട് പറയരുത്. അവൾ അറിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എൻ്റെ കുടുംബജീവിതം തകരും. നീയായിട്ട് അതിന് മുതിരരുത്. ജിജി എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ? നീ എന്തായി പറയുന്നത്? അവൾ എങ്ങനെ അറിയാനാണ്? വർഷത്തിൽ 1 മാസത്തെ ലീവ്. എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ അത് തീരും. അതിനിടയിൽ ഇതൊക്കെ ആരറിയാൻ? അറിഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. അവൾ നിന്നെപ്പോലെയല്ല. എന്നെ നല്ല വിശ്വാസമാണ്. ഒരു തമാശ പറഞ്ഞ പോലെ അയാൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ ജിജിയോട് പറയില്ല. പക്ഷെ നീ ആ സ്ത്രീയുമായുള്ള ബന്ധം നിർത്തണം. എനിക്കിപ്പോൾ അതിന് കഴിയില്ല റീതു. ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീയാണവർ. ഞാനിപ്പോൾ അവർക്ക് വലിയൊരു സഹായമാണ്. ഞാൻ ഈ സാഹചര്യത്തിൽ അവളെ ഉപേക്ഷിച്ചാൽ അതവർക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് ജിജിയോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. പിന്നെ ഞാൻ ഇവരെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. പരിഹാസം കലർന്ന ഒരു ചിരി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ നീ എൻ്റെ കാര്യത്തിൽ പറഞ്ഞതോ? എടി, നീ എന്നോട് ക്ഷമിക്കേ. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് അന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭാഗം കൂടി ചിന്തിച്ചേനെ. എന്തു ചെയ്യാനാണ്? പാവം, ആയുസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എന്തു പറയാൻ? കൂടുതലൊന്നും പറയാനോ തർക്കിക്കാനോ അവൾ നിന്നില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ തോന്നുന്ന എത്രയെത്ര അന്യായങ്ങളാണ് സ്വന്തം കാര്യങ്ങളിൽ ന്യായമായി മാറുന്നത്. താരയും മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുവെന്ന് കേട്ടു. താൻ ഒഴിവാക്കിയപ്പോൾ ടോമിന് താരയുമൊത്തുള്ള ഒരു ജീവിതം തുടങ്ങാമായിരുന്നു. പക്ഷേ താനും മക്കളും ടോമിന് അത്ര പ്രിയപ്പെട്ടവരായിരുന്നു. ജീവിതത്തെ കുറച്ചുകൂടി വിവേകത്തോടെ കാണാതെ പോയ താൻ ഒരു പമ്പര വിഡ്ഢിയാണ്. നഷ്ടങ്ങൾ തനിക്ക് മാത്രം. സ്വന്തം ജീവിതത്തിൻ്റെ തീരുമാനമെടുക്കാൻ മറ്റൊരാളെ ആശ്രയിച്ചത് തന്നെ തെറ്റായിപ്പോയി. അവരൊക്കെ ഇന്നെവിടെ? കടുത്ത ഏകാന്തത മാത്രമേ തനിക്ക് ടോമിൻ്റെ വേർപാടിന് ശേഷം കൂട്ടിനുണ്ടായിരുന്നുള്ളൂ.
അവളുടെ ഓർമ്മകളെ തടസ്സപ്പെടുത്തി വീണ്ടും മഴ ചാറി തുടങ്ങിയിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് ടോമിൻ്റെ കല്ലറക്കരികിലേക്ക് നടന്നു. ടോമിൻ്റെ പേരെഴുതിയ കറുത്ത മാർബിളിൽ പൊടിഞ്ഞു വീഴുന്ന മഴത്തുള്ളികൾക്ക് മീതെ തൻ്റെ കയ്യിലുള്ള ചുവപ്പ് റോസാപ്പൂക്കൾ വെച്ച് അവൾ പറഞ്ഞു, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കണ്ണുകൾ തുടച്ച് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ റോസാപ്പൂവിൻ്റെ ഗന്ധമുള്ള ഒരു ചെറുകാറ്റ് അവൾക്കൊപ്പം ഓടിയെത്തി. റോഡരികിൽ കാറിൽ ചാരി തന്നെയും കാത്ത് വിനു സിഗരറ്റ് വലിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. നമുക്ക് പോയാലോ? പുള്ളിക്കാരൻ സമ്മതം തന്നോ? പാതി വെന്ത സിഗരറ്റ് കുറ്റി ഷൂസ് കൊണ്ട് ചവിട്ടിക്കെടുത്തുന്നതിനിടയിൽ വിനു ചോദിച്ചു. മറുപടി എന്ന വണ്ണം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ മുഖത്തെയും കയ്യിലെയും ചാറ്റൽ മഴത്തുള്ളികൾ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു നീക്കി. വിനു വലിക്കുന്ന സിഗരറ്റിൻ്റെ മണം കാറിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ ആ മണം തനിക്കും ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. ടോം ഓഫീസിൽ നല്ല സ്ട്രെസ്സുള്ള സമയങ്ങളിൽ ഇടയ്ക്കൊക്കെ സിഗരറ്റ് വലിക്കുമായിരുന്നു. അന്നൊക്കെ താൻ വഴക്കിട്ടിട്ടുണ്ട്, ഈ മണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞ്. തനിക്ക് വേണ്ടി ടോം അത് ഉപേക്ഷിച്ചിരുന്നു. വിനുവിൻ്റെ അങ്ങനെയുള്ള ശീലത്തോട് താനിപ്പോൾ പ്രതികരിക്കാറില്ല. തനിക്കും കുറവുകളുണ്ടെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാവാം ഒന്നിനോടും ഇപ്പോൾ തർക്കിക്കാറില്ല. പകരം ജീവിതത്തിൽ ഇഷ്ടക്കേടുകളോടും പൊരുത്തപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുള്ള യാത്രയിൽ അവൾ അധികമൊന്നും സംസാരിച്ചില്ല. താൻ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ നോക്കി വിനു ചോദിച്ചു. ടോമിൻ്റെ കല്ലറയിൽ പോയി വന്നതിലുള്ള ബുദ്ധിമുട്ടാണ് അവൾക്കെന്ന് അയാൾ മനസ്സിലാക്കി. പിന്നെ കുറച്ചു നേരത്തേക്ക് അയാൾ ഒന്നും സംസാരിച്ചില്ല. നമുക്കിന്ന് പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചാലോ? എൻ്റെ ഫ്രണ്ട് ഉദയൻ്റെ ഹോട്ടലിൽ നല്ല നാടൻ ഊണ് കിട്ടും. അവിടുത്തെ കുടംപുളി ഇട്ട് വറ്റിച്ച മീൻകറിയും പച്ച കുരുമുളക് അരച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ ഫേമസ് ആണ്. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല വിനു, എന്നെ ഫ്ലാറ്റിൽ ഇറക്കിയേക്കൂ. കാറിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങും മുമ്പ് അവൾ അയാളോട് പറഞ്ഞു, വിനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് രണ്ട് മനസ്സായിരുന്നു. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ എൻ്റെ മനസ്സ് പാകപ്പെട്ടു. ഇപ്പോൾ വിനുവിന് എന്നോട് തോന്നുന്നത് സഹതാപം കൊണ്ടുള്ള ഒരിഷ്ടമായിരിക്കും. നമ്മുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വേണ്ടിയിരുന്നില്ലെന്ന് തോന്നും. വേറെ പെണ്ണിനൊന്നും നിനക്ക് കിട്ടാഞ്ഞിട്ടാണോ? എന്തിനാണ് ഒരു രണ്ടാം കെട്ടുകാരിയെ വിവാഹം കഴിച്ചതെന്നുള്ള മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ ഒരിക്കൽ വിനുവിന് സ്വന്തമാകും. പിന്നെ ഞാനും മകളും ഒരു ബാധ്യതയായി മാറും. എനിക്കിനി ഒരിക്കൽ കൂടി ഒരു നഷ്ടം വയ്യ വിനു. വിനുവിന് ഏതായാലും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. ഒന്നേ പറയാനുള്ളൂ, രണ്ട് വ്യത്യസ്തരായ വ്യക്തികൾ, വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ, ശീലങ്ങൾ, സ്വഭാവങ്ങൾ, ചുറ്റുപാടുകൾ. അതൊക്കെ മറികടക്കാൻ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മത്സരിക്കണം, പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി മാത്രം. ചെറിയ താളപ്പിഴകളും പതർച്ചയും ഉണ്ടാവാം. അക്ഷരപിശകുകൾ സംഭവിക്കാം. തിരുത്തി മുന്നോട്ട് നീങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമായിരിക്കണം. അമ്മ പറഞ്ഞതുപോലെ ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ അന്നതൊരു പഴഞ്ചൻ ഉപദേശമെന്ന് തോന്നി. അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കുടയ്ക്കുള്ളിൽ 14 വർഷങ്ങൾ ഞാനും ടോമും ഞങ്ങളുടെ മകളും. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, വീണ്ടും നമുക്ക് കാണാം. കാറിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ റീതുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വിനു പറഞ്ഞു, ഒരിക്കലും നീയും മോളും എനിക്കൊരു ബാധ്യതയാവില്ല. അത്രയ്ക്ക് നിന്നെ എനിക്കിഷ്ടമാണ്. 8 വർഷങ്ങൾ ഞാനും ടോമും ഒന്നായി ജീവിച്ചവരായിരുന്നു. ഒരു 10 മിനിറ്റ് നേരത്തെ സംസാരമേ വേണ്ടി വന്നുള്ളൂ 2 ദിക്കുകളിലേക്ക് അകലാൻ. അർത്ഥമില്ലാത്ത ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ തെളിഞ്ഞു. റീതു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചിന്തിച്ചു വിനു, ഒരുപാട് ചിന്തിച്ചു. നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തതയും ദുഃഖവും ചിലപ്പോൾ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. അന്ന് ടോമിനോടുള്ള എൻ്റെ സ്നേഹം സ്വാർത്ഥമായിരുന്നു. അവനിലൂടെ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് വേദനിച്ചപ്പോൾ അവനോട് ക്ഷമിക്കാൻ കഴിയാതെ പോയതും അവൻ്റെ മനസ്സെനിക്ക് കാണാൻ കഴിയാതെ പോയതും. അവൻ്റെ ശരീരം അത് മാത്രമായിരുന്നു അന്നെനിക്ക് സ്വന്തം. അവൻ്റെ മനസ്സ് അത് ഞാൻ സ്വന്തമാക്കിയിരുന്നില്ല. ഇപ്പോൾ അവൻ്റെ മനസ്സ് എന്നോടൊപ്പമുണ്ട്. കൊതിതീരെ ഞാൻ ആ മനസ്സിനെ സ്നേഹിക്കും, എൻ്റെ അവസാന ശ്വാസം വരെ. വിനുവിൻ്റെ കൈ മെല്ലെ വിടുവിച്ചുകൊണ്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങി. അപ്പോഴും പുറത്ത് ചാറ്റൽ മഴ ചാര നിൽക്കുന്നുണ്ടായിരുന്നു. അവളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലെന്ന് ആശിച്ച് ചാറ്റൽ മഴ തുള്ളികൾ കാഴ്ച മറയ്ക്കുന്ന ചില്ലിലൂടെ അയാൾ അവൾ നടന്നു നീങ്ങുന്നത് നോക്കിയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.